പിന്നെ അന്വേഷിച്ച് ഹൗസ്ബിൽഡിംഗ് കോഴ്സിനെ പറ്റി അറിഞ്ഞു. അപ്പൊ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. ഈ ലാംഗ്വേജ് ആണെങ്കിലും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. പ്രോസസിംഗിന്റെ ടൈമിലാണെങ്കിൽ തന്നെ ഇവിടുന്ന് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഒപ്പം ഈ പോഡ്കാസ്റ്റിലുള്ളത് A1 തൊട്ട് B2 വരെ ഇവിടെ പഠിച്ച് അസിസ്റ്റന്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഇവിടെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് അതെ ജർമ്മനിയിലേക്ക് ഫ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ഋതുപ്രിയയാണ്. ഋതു, ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രോ സെൽഫ്. ഹലോ, എൻ്റെ പേര് ഋതുപ്രിയ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ എജുഫ്ലെയറിലാണ് എൻ്റെ ലാംഗ്വേജ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. A1 to B2 ഞാൻ എജുഫ്ലെയറിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അവിടെ അസിസ്റ്റന്റ് ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. ഇത്രയും കാലം ഞാൻ അസിസ്റ്റന്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ റിസൈൻ ചെയ്തു. വിസ റിസീവായി. ഞാൻ ജർമ്മനിക്ക് പോകാൻ പോവാണ്. April 1 എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നഴ്സിംഗ് ഹോസ്പിറ്റലും ആണ് ഞാൻ ജർമ്മനിയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. വേറെ ഒന്നല്ല, ജർമ്മനി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവാണ്. വിസ റിസീവായി. ഇനി ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് ആ ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള, അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇന്നാണ് എൻ്റെ വിസ റിസീവ് ആയത്. ഇതുവരെയുള്ള ജേർണിയിൽ ത്രൂ ഔട്ട് ഞാൻ ഹാപ്പിയാണ്. എക്സാംസ് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും ഇവിടുത്തെ ക്ലാസ്സസ് ഒക്കെ നല്ലതായിരുന്നു. അതുകൊണ്ട് എനിക്ക് എക്സാംസ് ഒക്കെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഇവിടെ അസിസ്റ്റന്റ് ഫാക്കൽറ്റിയിൽ നിന്നപ്പോഴാണെങ്കിലും കുറെ നല്ല എക്സ്പീരിയൻസസ് കിട്ടി. ലാംഗ്വേജ് ആണെങ്കിലും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. ഇന്റർവ്യൂവിന്റെ സമയത്ത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ത്രൂ ഔട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം പീക്ക് ഹാപ്പിനെസ് ആണ് ജർമ്മൻ വിസ റിസീവ് ആയത്. ഓക്കെ, അതുപോലെ തന്നെ ഋതു, ഇപ്പോ ഈ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടോ ഇല്ലോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ. കാരണം ഭയങ്കര ടെൻഷൻഡ് ആയിരിക്കും എല്ലാ പിള്ളേരും. കാരണം നമ്മളിത് റിജക്ഷൻ ആണോ വരിക, അതോ അപ്രൂവ് ആയിട്ട് കിട്ടോ, ഇത് നമുക്ക് പോകാൻ പറ്റുമോ, ആ ഒരു ഡൗട്ടിലായിരിക്കുമല്ലോ. അപ്പൊ എന്തായിരുന്നു ആ ഒരു പീരീഡിൽ എന്തായിരുന്നു ഋതുവിന്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ? ഓക്കെ, ഒബ്വിയസ്ലി എല്ലാവരും പോലെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വേറെ ഏജൻസിയിൽ നിന്ന് പ്രോസസിങ് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പൊ അവർക്കും കുറെ പേർക്ക് വിസ റിജക്ഷന്റെ കാര്യവും ഇങ്ങനെ മെയിലൊക്കെ വന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒബ്വിയസ്ലി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്നാണെങ്കിലും പ്രോസസിംഗ് ടീമിൽ നിന്ന് കിട്ടിയ നല്ല സപ്പോർട്ടും അതേപോലെ തന്നെ ഡോക്യുമെന്റേഷന്റെ കാര്യത്തിൽ എനിക്കൊന്നും വെറി ചെയ്യേണ്ടി വന്നില്ല. ഡോക്യുമെന്റേഷൻ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ ഇതുവരെ മെയിലും കാര്യങ്ങളൊന്നും വന്നില്ല. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിസ സബ്മിഷന് പോയപ്പോഴും എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു. വിസ റിസീവ് ആവുന്ന വരെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള ആൾക്കാർക്ക്. ഓക്കെ, ഫാമിലി എങ്ങനെയായിരുന്നു? അതായത് ഇത് പഠിക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഈ വിസ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന ആ ഒരു പീരീഡും അതുപോലെ വിസ കിട്ടി കഴിഞ്ഞിട്ടും എങ്ങനെയാണ് പേരൻസിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഓക്കെ, പേരൻസിന് എന്നെക്കാട്ടും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലാംഗ്വേജിന്റെ കാര്യമാണെങ്കിലും ഇപ്പം എല്ലാവരും ജർമ്മൻ പഠിക്കാണ്. കുറെ പേർക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോഴും നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ അറിയാം. ഫ്രണ്ട്സിന്റെ ചിൽഡ്രൻ ആണെങ്കിലും എല്ലാവരും അങ്ങനെ ഉണ്ട് കുറെ പേര്. അപ്പൊ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കാര്യം അവർക്ക് ചെറിയൊരു ഹോപ്പ് വന്നു തുടങ്ങി. അങ്ങനെ പ്രോസസിങ്ങിന്റെ ടൈമിലാണെങ്കിലും വിസയുടെ ടൈമിലും ഇന്റർവ്യൂവിന്റെ ടൈമിലും അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വിസയുടെ ടൈമിൽ ഒബ്വിയസ്ലി അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇപ്പൊ എല്ലാരും നല്ല ഹാപ്പിയാണ്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എജുഫ്ലെയറിൽ നമുക്ക് ഈ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു എജുഫ്ലെയറിന്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? അതായത് ഓരോ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം കാര്യങ്ങളൊക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു എജുഫ്ലെയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പ്രോസസിങ്ങിന്റെ ടൈമിലാണെങ്കിൽ തന്നെ ഇവിടുന്ന് ഇന്റർവ്യൂവിന് തൊട്ട് മുന്നേ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് കിട്ടി. അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ. കാരണം അതിൽ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസും പ്രിപ്പറേഷൻ തന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആൻസർ ചെയ്യാൻ ഒട്ടും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പ്രോസസിംഗ് ടീമിനെ കോൺടാക്ട് ചെയ്ത് അവരെ എല്ലാം സോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇപ്പോ ജർമ്മൻ എന്ന ഒരു കൺട്രി അല്ലെങ്കിൽ ജർമ്മനിയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം, അങ്ങനെ ഒരു തോട്ട് കാര്യങ്ങളൊക്കെ എപ്പോഴായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തത് നല്ലതാണോ അതോ മണ്ടത്തരായി പോയി, അങ്ങനെ ഒരു തോട്ട് ഈ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോ ആ ഒരു ഇതൊന്ന് പറയാൻ പറ്റുമോ? അപ്പം എബ്രോഡ് പോയി പഠിക്കണം എന്നുള്ളത് മുന്നേ തീരുമാനിച്ച കാര്യമാണ്. അപ്പം ജർമ്മനി എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാനഡയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ കാനഡ വിസ റിജക്ഷൻ വന്നു തുടങ്ങി. എന്റെ ഫ്രണ്ട് ഉണ്ട്, അവര് പോയപ്പോൾ അവർക്ക് വിസ റിജക്ഷൻ വന്നു. അങ്ങനെയാണ് ജർമ്മനി എന്ന കൺട്രിയിൽ ഇങ്ങനെ നഴ്സിംഗ് തന്നെ പോവാന്നുള്ള കാര്യം തീരുമാനിച്ചത്. പിന്നെ അന്വേഷിച്ച് ഹൗസ്ബിൽഡിംഗ് കോഴ്സിനെ പറ്റി അറിഞ്ഞു.
അപ്പൊ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ളതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ബാരിയർ. അപ്പം അങ്ങനെ ജർമ്മൻ പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നോക്കി ലാസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം അവന് ആണ് എജുഫ്ലെയർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. അവൻ എജുഫ്ലെയറിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒന്നിച്ച് ജർമ്മൻ പഠിക്കാൻ വന്നു. അങ്ങനെ ഇവിടെ ജർമ്മൻ ക്ലാസ്സസ് ആയിരുന്നെങ്കിലും ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. എല്ലാവരെയും പോലെ ക്ലാസ്സസ് ആണെങ്കിലും ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട് ആണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സസ് ഇപ്പൊ ഡൗട്ട് വന്നാൽ തന്നെ അസിസ്റ്റന്റ് ഫാക്കൽറ്റിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ട് തന്നെ ഡെയിലി അതെല്ലാം ക്ലിയർ ചെയ്ത് പോയി. അപ്പം ലാംഗ്വേജ് എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. ലാംഗ്വേജ് ഓക്കെ ആയിരുന്നു. ബീച്ച് എത്തിയപ്പോഴത്തേക്കും ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് മണ്ടത്തരമായി പോയി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നില്ല. എക്സാംസ് അറ്റൻഡ് ചെയ്തപ്പോ ക്ലിയർ ആയപ്പോ എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ട് പറ്റുന്നതാണ്. അപ്പം ഫുള്ള് ഹാപ്പിയാണ്. അതെ, ഹാപ്പിയാണ്. ഓക്കെ, അതേപോലെ ഇപ്പൊ നോർമലി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്സും അതേപോലെ തന്നെ ആഗ്രഹവും ആണ്. നമ്മളിപ്പോ ജർമ്മനി ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുറെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ് ഋതു അതിനെപ്പറ്റി എൻക്വയറി ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ. അപ്പൊ അവര് പോയപ്പോ തന്നെ കുറെയൊക്കെ ഡോക്യുമെന്റേഷൻസ് നമ്മൾ സ്വന്തം ചെയ്യാനുള്ളതുണ്ട്. ബാക്കി എംപ്ലോയറിന്റെ ഹെൽപ്പ് കിട്ടുന്ന ഡോക്യുമെന്റേഷൻസ് ഉണ്ട്, സിറ്റി രജിസ്ട്രേഷൻ ആണെങ്കിലും. അപ്പൊ അതൊക്കെയാണ് ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒബ്വിയസ്ലി ക്ലാസ്സസ് പോണം. ക്ലാസ് ഒക്കെ മീൻസ് വർക്ക് പ്ലേസും ഷൂളയൊക്കെ ആയിട്ട് എവിടേക്കാന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അവിടുത്തെ കറക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം പുതിയൊരു സ്ഥലത്ത് ചെല്ലുന്നതാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മള് ആ ഏരിയാസ് നല്ല രീതിയിൽ കാണാം. പിന്നെ ഒരു രാജ്യം കൂടിയാണ്, അവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുക, അങ്ങനത്തെ. ഓക്കെ, അതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ സ്റ്റഡീസ് ആയിരിക്കുമല്ലോ. സ്റ്റൈഫൻഡ് ഒക്കെ കിട്ടി ഫസ്റ്റ് മന്ത് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് എല്ലാ സ്ഥലവും പോയി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഋതുവിന്റെ ഡ്രീം ഇപ്പൊ ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എജുഫ്ലെയറിൽ വന്നാണ് ഋതു A1 തൊട്ട് ഇതുവരെയുള്ള നിമിഷം വരെ വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ജേണിയിൽ ഇത്രയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നേക്കുന്നതിൽ എജുഫ്ലെയറിന്റെ എന്തോരം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വിസ റിസീവ് ആയി ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു ബിഗ് പാർട്ട് എജുഫ്ലെയറിന് തന്നെയാണ്. കാരണം എജുഫ്ലെയറിന് കിട്ടിയ സപ്പോർട്ട് ആണെങ്കിലും ലാംഗ്വേജ് ഒക്കെ നല്ല ബേസും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒബ്വിയസ്ലി ഇന്റർവ്യൂസ് ഒക്കെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനും പറ്റിയതും ഇപ്പം എന്റെ ജർമ്മനി എന്നുള്ള സ്വപ്നം എനിക്ക് റെഡി ആയി വരുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് എജുഫ്ലെയറിന് ഒരു ബിഗ് താങ്ക് യു ഉണ്ട്. പിന്നെ എന്താ പറയാ, എജുഫ്ലെയറിന് കിട്ടിയ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പ്രോസസ്സിങ്ങിനാണെങ്കിൽ തന്നെ എനിക്ക് കുറെ ക്വയറീസ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ ടൈമിലാണെങ്കിലും. പക്ഷെ അതൊക്കെ ഇവിടുത്തെ പ്രോസസ്സിംഗ് ടീം എപ്പോ ചോദിച്ചാലും അത് ഒരു ഹെസിറ്റേഷൻ ഇല്ലാണ്ട് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ ഇപ്പൊ ജർമ്മനി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യും, അതായത് എവിടുന്ന് തുടങ്ങണം, അങ്ങനെയുള്ള ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പൊ? ഒബ്വിയസ്ലി ഉണ്ട്. കാരണം നമുക്ക് വേറെ ഒരു ലാംഗ്വേജ് സ്പീക്കിംഗ് കൺട്രിയിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ അവിടുത്തെ നേറ്റീവ്സിന്റെ നമ്മൾ എത്ര ലാംഗ്വേജ് പഠിച്ചു എന്ന് പറഞ്ഞാലും അവിടുത്തെ നേറ്റീവ് സംസാരിക്കുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാവാൻ ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ ക്ലാസ്സസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ജർമ്മനിലാണ്. അത് മനസ്സിലാക്കാനും കുറെ അധികം എഫേർട്ട് ഇടേണ്ടി വരും എന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്. സർവൈവ് ചെയ്യണല്ലോ, ചെയ്യാതെ പറ്റില്ലല്ലോ. അതിനുള്ളൊരു ഹാർഡ് വർക്കും എഫേർട്ടും ഇടാൻ റെഡിയാണ്. അതുകൊണ്ട് സർവൈവ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് കാര്യങ്ങളുണ്ടോ? ഓക്കെ, എന്തായാലും നല്ലതാണ്. അതുപോലെ തന്നെ ഋതുവിന് എന്തെങ്കിലും ഇപ്പൊ ജർമ്മനി ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ബക്കറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണോ? ഒബ്വിയസ്ലി കുറെ സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട്. പിന്നെ അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. ഒക്ടോബർ ഫെസ്റ്റ് ആണെങ്കിലും ഒക്കെ ഫേമസ് ആണല്ലോ. അപ്പൊ അതൊക്കെ വിസിറ്റ് ചെയ്യണം. അതൊക്കെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ആഫ്റ്റർ ഫാമിലിനെ അങ്ങോട്ടേക്ക് കൊണ്ട് അവിടെ സെറ്റിൽ ചെയ്യാനാണോ ആഗ്രഹം, അതോ നാട്ടിൽ തന്നെ? അതിനെപ്പറ്റി ഇപ്പൊ ചിന്തിച്ചിട്ടില്ല. നഴ്സിംഗ് കഴിഞ്ഞ് അവിടെ തന്നെ അതിന്റെ ഫെർദർ സ്റ്റഡീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യും. പിന്നെ വർക്കൊക്കെ ആയി കഴിഞ്ഞിട്ട് നോക്കാം. ഇത്ര നല്ലൊരു ടൈറ്റ് ഷെഡ്യൂളാണ് ഇനിയിപ്പോ വന്നോണ്ടിരിക്കുന്നത്. കാരണം ഇനി ഒരുപാട് ടൈം കാര്യങ്ങളില്ല നമുക്ക് പോവാനായിട്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പിലും നമുക്ക് എന്താ പറയാ, ഈ ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് തന്ന ടൈം ഉണ്ടല്ലോ, നമുക്കറിയാം അത്രയും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമാണ്. ഓരോ കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ട്. ഐ മീൻ പാക്കിങ്, പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. ആ ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ നല്ലൊരു ഫ്യൂച്ചർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.